ആർട്ടോലോഗ് എന്ന ചാനൽ ആർട്ട് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു ചാനലാണ്. ആർട്ടോലോഗിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കോൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്. ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു ആർട്ട് ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ ദിനേഷ്, ഐ ആം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ആർട്ട് ഡെമോൺസ്ട്രേഷൻ വീഡിയോ തംബ്നെയിൽ സ്കെച്ചുകൾ എങ്ങനെയാണ് ചെയ്യുക, അത് ഏത് ആവശ്യത്തിനൊക്കെയാണ് തംബ്നെയിൽ സ്കെച്ചുകൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ട് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് എന്താണ് തംബ്നെയിൽ സ്കെച്ച്, അത് എങ്ങനെയാണ് ചെയ്യുക, എന്തിനു വേണ്ടിയാണ് ആർട്ടിസ്റ്റുകൾ തംബ്നെയിൽ സ്കെച്ചുകൾ ചെയ്യുന്നത്. തംബ്നെയിൽ സ്കെച്ചുകൾ എന്നാൽ വലിയ സൈസിലുള്ള പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ ചെയ്യുമ്പോൾ റഫറൻസിനായിട്ട് ചെയ്യുന്ന തംബ്നെയിൽ സൈസിലുള്ള കുഞ്ഞു ഡ്രോയിങ്ങിനെയാണ് പൊതുവെ തംബ്നെയിൽ സ്കെച്ച് എന്ന് പറയുന്നത്. തംബ്നെയിൽ സ്കെച്ച് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് തംബ്നെയിൽ സ്കെച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഏത് തരത്തിലുള്ള ഫോർമാറ്റിലാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് വെർട്ടിക്കലാകാം അല്ലെങ്കിൽ ഹൊറിസോണ്ടലാകാം. അപ്പോൾ എന്താണ് തംബ്നെയിൽ സ്കെച്ച്? വെർട്ടിക്കലായിട്ടുള്ള ഫോർമാറ്റാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ഓർ ക്യാൻവാസ് ഇതുപോലുള്ള ഫോർമാറ്റ് ആകാം. അതുപോലെ തന്നെ വേറൊരു ഫോർമാറ്റാണ് സ്ക്വയർ ഫോർമാറ്റ്. അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ്, ദീർഘചതുരത്തിൽ നമുക്ക് ഫോർമാറ്റിനെ കാണാം. പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉള്ള ക്യാൻവാസുകൾ അല്ലെങ്കിൽ പേപ്പർ അവൈലബിൾ ആണ്. അതിലും നമുക്ക് ഈ രീതിയിൽ തംബ്നെയിൽ സ്കെച്ചുകൾ വൃത്താകൃതിയിൽ ഉണ്ടാക്കാം. പിന്നെ വേറൊരു ഷേപ്പ് കോണാകൃതിയിലുള്ള ഷേപ്പാണ്. അങ്ങനെ ഒരുപാട് ഷേപ്പിൽ നമുക്ക് തംബ്നെയിലുകൾ ചെയ്തെടുക്കാം. ഇവിടെ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് രണ്ട് ഫോർമാറ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ക്യാൻവാസിലാണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുക. ഞാൻ നേരെ ഒരു വര വരച്ചു, അതുപോലെ തന്നെ അതിന് ക്രോസായിട്ടൊരു ലൈൻ വരച്ചു. ഇപ്പോൾ നമുക്ക് 4 കള്ളികൾ കിട്ടി. ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ ലൈവ് കഥാപാത്രങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ സ്റ്റില്ലായിട്ടുള്ള വസ്തുക്കളായിക്കോട്ടെ, ഇത്തരം ഫോർമാറ്റുകളിൽ ഞാനൊരു പോർട്രേറ്റാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനൊരു വൃത്തം വരച്ചു. പിന്നെ ഇങ്ങനൊരു വൃത്തം വരച്ചു, പകുതി, വൃത്തത്തിൻ്റെ പകുതി. അപ്പോൾ
ഇതിൻ്റെ ഔട്ടർ ഏരിയ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോർട്രേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ക്യാരക്ടർ മുന്നിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറകുവശത്ത് നമ്മൾ എന്ത് ചെയ്യണം? മിഡിൽ ഗ്രൗണ്ടായിട്ട് ഞാനൊരു മരം വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വാനിഷ് ചെയ്തു പോകുന്ന നമ്മളുടെ ഐ ലെവൽ ഒരു വാനിഷിങ് പോയിൻ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ അകലെയാണ് ഈ വാനിഷിങ് പോയിൻ്റ്, നമ്മുടെ ഐ ലെവൽ എന്ന് പറയുന്ന വാനിഷിങ് പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ ചെറിയ ബുഷി മരങ്ങൾ വളരെ അകലെ നിൽക്കുന്നു. ഇപ്പം ഇവിടെ ഒരു രൂപം, മനുഷ്യരൂപം അതിന് പുറകിൽ. ഇപ്പോൾ നമ്മളിത് ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഫോർമാറ്റ്. ഇതും ഞാൻ ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഈ കള്ളിയിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓക്കെ, ഈ മരം ഞാൻ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് വരയ്ക്കാൻ. വാനിഷിങ് പോയിൻ്റ് ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ബുഷിൻ്റെ വളരെ അകലെ കാണുന്ന ബുഷിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഇവിടെ വരച്ചു. ഇത് രണ്ടാമത്തെ ഒരു തമ്പനൈൽ സ്കെച്ച്. ഇനി മൂന്നാമതായിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതും ഡിവൈഡ് ചെയ്തു. ഇവിടെയും പോർട്രേറ്റ് ഞാൻ ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്, ഈ പോർട്രേറ്റ് തന്നെ. ഇപ്പം ഞാൻ ഈ പോർട്രേറ്റ് കഥാപാത്രത്തെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇവിടെ മരം ഈ സൈഡിൽ ഞാൻ അറേഞ്ച് ചെയ്തു. വാനിഷിംഗ് പോയിൻ്റ് ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ ഇത്തരം തമ്പനൈൽ സ്കെച്ചുകളിൽ ഏതാണോ നമുക്ക് പെർഫെക്റ്റായി തോന്നുന്നത് അതാണ് ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്കെച്ചുകൾ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ തമ്പനെയിൽ സ്കെച്ചുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾ ഇത്തരം തമ്പനെയിൽ സ്കെച്ചുകൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും വളരെയധികം മാറ്റം ഉണ്ടാകും.